Hello, welcome back all of you. In the previous section, we defined risk and the uncertainty situation and how we can calculate the risk and uncertainty through probability distribution, and also we learned how the expected value is a important consideration in deciding whether or not to make an investment, or which of the two or more investment is preferable. Or today we are deciding how to measure risk more precisely by applying standard deviation and variance. It learn how to measure risk precisely through the applications of standard deviation and variability. Okay, as we all know, the standard deviation measures the dispersion of the possible outcomes from the expected value, whereas the variability is the extent to which the possible outcome of an uncertain situation differ. Through the application of the standard deviation and variability, we can discuss why these are very important by calculating the probability or the uncertain, or measuring the risk in the face of the uncertain. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കടുപ്പമുള്ളതോ കുറവോ ആയതിനാൽ ഒരു പ്രത്യേക തന്ത്രത്തിൻ്റെയോ അഥവാ സ്ട്രാറ്റജിയുടെയോ തീരുമാനത്തിൻ്റെയോ അഥവാ ഡിസിഷൻ്റെയോ അപകട സാധ്യത അഥവാ റിസ്ക് ചെറുതാണ്. കാരണം യഥാർത്ഥ ഫലം പ്രതീക്ഷിച്ച മൂല്യത്തിൽ നിന്ന് ഗണ്യമായി വ്യതിചലിക്കുന്നതിനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണത്തിൻ്റെ അളവ് നമുക്ക് അളക്കാൻ കഴിയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രതീക്ഷിച്ച മൂല്യത്തിൽ നിന്ന് സാധ്യമായ ഫലങ്ങളുടെ വ്യാപനത്തെ അളക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഏറ്റവും ചെറിയ മൂല്യം കടുപ്പമുള്ളതോ കുറഞ്ഞതോ ആയ വിതരണമാണ്. ഒപ്പം അതിനോട് ചേർന്നിരിക്കുന്ന അപകട സാധ്യതയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ വേരിയബിലിറ്റി കണ്ടെത്തുന്നത് വഴി ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. സപ്പോസ് യു ആർ ചൂസിങ് ബിറ്റ്വീൻ ടു പാർട്ട് ടൈം സമ്മർ സെയിൽസ് ജോബ് ദാറ്റ് ഹാവ് ദ സെയിം എക്സ്പെക്റ്റഡ് ഇൻകം ₹1,500. 1,500 രൂപ മാസവരുമാനമുള്ള രണ്ട് പാർട്ട് ടൈം ജോലികൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കരുതുക. The first job nature is based on the entirely on a commission based. That is, the income earned through this first job that exclusively depends upon the how much you make sales on the particular commodity on the stipulated time. Okay. Also, there are two equally likely payoffs for this job. ഈ കമ്മീഷൻ ജോബിൽ രണ്ട് സാധ്യമായുള്ള പേ ഓഫ്സുകൾ, ഈക്വലി ചാൻസുള്ള രണ്ട് പേ ഓഫുകളുണ്ട്. ദറ്റ് ഈസ് ₹2,000 ഫോർ എ സക്സസ്ഫുൾ സെയിൽസ് എഫേർട്ട് ആൻഡ് ₹1,000 ഫോർ വൺ ദ ഈസ് ലെസ് അൺസക്സസ്ഫുൾ. നമ്മൾ ഏറ്റെടുത്ത ജോലി വളരെ സക്സസ്ഫുള്ളായി ചെയ്യുകയാണെങ്കിൽ 2,000 രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും. അതല്ല, നമ്മുടെ എഫേർട്ട് സക്സസ്ഫുൾ അല്ല എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1,000 രൂപയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, then come to the second job. The nature of the second job is salaried job. It is very likely the payoff, two equally likely payoff such as 0.99 probability. That means 99% of the probability being get a chance to will earn ₹1,510. But there is a one chance or 0.1 probability that the company will go out of business.
in which case you would earn only rupees 510 rupees in severance pay. ഓക്കെ, രണ്ടാമത്തെ ജോലിയുടെ നേച്ചർ എന്ന് പറയുന്നത് സാലറിയുള്ള ജോബാണ്. അത് നമുക്കറിയാം 99% നമുക്കെന്തായിരിക്കും ആ ജോലിയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് 1510 രൂപ വെച്ച് നമുക്ക് എന്തായാലും ഏണിങ്സ് ഉണ്ടാവാം. എന്തെങ്കിലും സാഹചര്യത്തിൽ ആ കമ്പനി അടച്ചു പൂട്ടുകയോ അല്ലെങ്കിൽ ബിസിനസ് ഔട്ടായി പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രം അവർക്ക് എന്തായാലും നഷ്ടം സംഭവിക്കുന്നത് 510 രൂപയുടെ സെവറൻസ് പേ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ രണ്ട് സാധ്യതകളുണ്ടായിരിക്കും. നമ്മുടെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏത് ജോലി നമുക്ക് ചൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തെ ജോലി കമ്മീഷൻ ബേസിലാണ്, അതിൻ്റെ പേ ഓഫ് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ജോലി എന്ന് പറയപ്പെടുന്നത് സാലറി ജോബാണ്. ഇവിടെ ഒന്ന് സെക്യൂറാണ്, ഒന്ന് നോട്ട് സെക്യൂറാണ്. ഒന്ന് സെർട്ടൈനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, ഒന്ന് അൺസെർട്ടനിറ്റി ഉള്ളതാണ്. സോ ഏത് ജോലിയിലേക്കാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് എന്നുള്ളതും ഏത് ജോലി നമുക്ക് എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു നമ്മൾ നേരത്തെ പഠിച്ച പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്കാളും ഒന്നും കൂടെ നമുക്ക് മോർ ക്ലിയർ ആയിട്ട് നമുക്ക് തരുന്ന ഒരു ശാസ്ത്രശാഖയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയബിലിറ്റിയും. ഓക്കെ, ദ ടേബിൾ സമ്മറൈസസ് ദീസ് പോസിബിൾ ഔട്ട്കംസ്, ദിയർ പേ ഓഫ്സ് ആൻഡ് ദിയർ പ്രോബബിലിറ്റീസ്. ഇവിടെ ടേബിളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ജോബിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അയാൾക്ക് 2000 രൂപയും അയാൾക്ക് നഷ്ടമാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്നത് 1000 രൂപയാണ്. അയാളുടെ എക്സ്പെക്റ്റഡ് ഇൻകം എന്നറിയപ്പെടുന്നത് 1500 അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം. രണ്ടാമത്തെ രീതിയിൽ സാലറി ജോബ്, അയാളുടെ 99% അയാൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന 1510 രൂപയാണ്. ഒരു ചാൻസ് അയാൾക്ക് ആ ജോലി നഷ്ടപ്പെടാണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന ഫീ എന്ന് പറയുന്നത് എമൗണ്ട് എന്നറിയപ്പെടുന്നത് 510. ഇവിടെ ഈ രണ്ടിൻ്റെയും എക്സ്പെക്റ്റഡ് ഇൻകം എന്നറിയപ്പെടുന്നത് 1500. സോ ദ എക്സ്പെക്റ്റഡ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 50% ഈ ഒരു ഒന്നാമത്തെ ജോലി ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന കമ്മീഷൻ നന്നായിട്ട് കിട്ടാവുന്നത് 2000 രൂപയാണ്. അപ്പോൾ 0.5 ഇൻറ്റു 2000 പ്ലസ് 50% അയാൾക്ക് എന്തുണ്ട്, ജോലി നഷ്ടപ്പെട്ടാൽ അയാൾക്ക് കിട്ടാവുന്നത് 1000 രൂപയാണ്. അപ്പോൾ 0.5 ഇൻറ്റു 2000 പ്ലസ് 0.5 ഇൻറ്റു 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1500. Then take it in the case of the job 2. എക്സ്പെക്റ്റഡ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സക്സസ് ആയാൽ കിട്ടാവുന്ന പ്രോബിലിറ്റിയും അതിൻ്റെ എമൗണ്ടും ഇൻറ്റു ചെയ്തിട്ട് അത് ഫെയിലിയർ ആയാൽ ആൾക്ക് കിട്ടാവുന്ന പ്രോബിലിറ്റിയും അതിൻ്റെ വരുമാനവും ഇൻറ്റു ചെയ്യുക. അഥവാ 0.99 ഇൻറ്റു 1510 പ്ലസ് 0.01 ഇൻറ്റു 510 that also equal to rupees 1500. എക്സ്പെക്റ്റഡ് ഇൻകം ഈ രണ്ട് ജോബിലും 1500 രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രീതിയിൽ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അഥവാ ഇത്രയേ ഉള്ളൂ നോക്കേണ്ടത്. എന്താണോ ഒന്നാമത്തതിൻ്റെ പ്രോബിലിറ്റി എന്താണ്, ആ പ്രോബിലിറ്റി സക്സസ് ആയാൽ എത്രയാണ്, നഷ്ടമായാൽ എത്രയാണ്, അത് ഇൻറ്റു ചെയ്തുകൊണ്ട് പ്ലസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നേരത്തെ 0.5 ഇൻറ്റു 2000 ആണ്, 200 അല്ല 2000 പ്ലസ് 0.5 ഇൻറ്റു 1000 ഈക്വൽ ടു 1500 സെയിം ആസ് 0.99. Even though the expected income of the two job is same, rupees 1500, the variability of the possible payoff is different. This is our point. Since the variability of the possible payoffs is different, we can measure the variability by recognizing the large differences between actual and expected payoff. Whether it is positive or negative imply greater risk. We call these differences as deviations.
Okay, so we need to calculate deviations from the expected income. Okay, it is very clearly depicts in the table the deviations of the possible income from the expected income from each job. എക്സ്പെക്റ്റഡ് ഇൻകം 1500 രൂപയാണ് 2 ജോലി എടുത്താലേക്കും. ഇതിൻ്റെ വേരിയബിലിറ്റി നല്ല ഡിഫറൻസസ് ഉണ്ട്. സോ നമ്മളെന്താണ് ഇതിൻ്റെ വേരിയബിലിറ്റിയിലെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ഏത് ജോലി നമുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഇൻകത്തിൽ നിന്നുള്ള ഡീവിയേഷൻസ്, ഔട്ട്കമ്മിൻ്റെ ഡീവിയേഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ ടേബിളിൽ സൂചിപ്പിക്കുന്നത്. അഥവാ ജോബ് 1ൻ്റെ ഔട്ട്കം 2000 രൂപയാണ്. ഒന്നാമത്തെ ഔട്ട്കം 1ൽ 2000 രൂപയാണ്. അഥവാ ജോബ് 1 സെലക്ട് ചെയ്യുന്ന ആൾക്കാർ സക്സസ് ആയ ആൾക്ക് കിട്ടാവുന്ന വരുമാനം 2000 ആണല്ലോ. അതിൻ്റെ ഡീവിയേഷൻ എന്നറിയപ്പെടുന്നത് എക്സ്പെക്റ്റഡ് ഇൻകം, പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനം 1500 ആണ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2000 മൈനസ് 1500 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 or 500. ടേക്ക് ഇൻ ദി കേസ് ഓഫ് ദി ജോബ് 2, 99% വിജയിച്ചാൽ അയാൾക്ക് കിട്ടാവുന്ന വരുമാനം കിട്ടുന്ന ഔട്ട്കം എന്നറിയപ്പെടുന്നത് 1510 രൂപയാണ്. അതിൻ്റെ എക്സ്പെക്റ്റഡ് ഇൻകം നമ്മൾ കണ്ടു 1500 അപ്പം 1510 മൈനസ് 1500 ഈക്വൽ ടു 10. അതിൻ്റെ ഡീവിയേഷന് 10. ഇനി നമ്മൾ ഔട്ട്കം സെക്കൻഡിലേക്ക് വരാം. അഥവാ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന ഔട്ട്കമും അയാളുടെ ആ ഔട്ട്കമ്മിൻ്റെ ഡീവിയേഷനും എങ്ങനെയാണ് നമുക്ക് നോക്കാം. ജോബ് 1ൻ്റെ ഔട്ട്കം 2ൽ അയാൾക്ക് അഥവാ ഈ കമ്മീഷൻ ബേസ് ജോലിയിൽ അയാൾ ഫെയിലിയർ ആവുകയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന ഔട്ട്കം എന്നറിയുന്നത് 1000 രൂപയാണ്. പക്ഷേ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഇൻകം എന്നറിയപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് 1500. അപ്പോൾ 1000 മൈനസ് 1500 എന്നറിയപ്പെടുന്നത് -500 കിട്ടുക അതിൻ്റെ ഡീവിയേഷൻ. ജോബ് 2ൽ നമുക്കറിയാം അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കമ്പനി പൂട്ടിപ്പോയി അയാൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് കിട്ടാവുന്ന ഔട്ട്കം എന്നറിയപ്പെടുന്നത് 510 രൂപയാണ് നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച്. പക്ഷേ എക്സ്പെക്റ്റഡ് ഇൻകം എത്രയാണ്? 1500. ഈ 1500 ഇതിൻ്റെ ഡീവിയേഷൻ കാണുമ്പോൾ 510 മൈനസ് 1500 ദാറ്റ് ഈസ് ഈക്വൽ ടു -990 രൂപയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവരും ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി കൃത്യമായിട്ട് ടേബിളിൽ നോക്കി മനസ്സിലാക്കുക. എക്സ്പെക്റ്റഡ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന 2 ജോലിയുടെയും 1500 രൂപയായിരുന്നു. പക്ഷേ അതിൻ്റെ ഡീവിയേഷൻ കണ്ടപ്പോൾ നമുക്ക് ഒന്നാമത്തെ ജോലിയും രണ്ടാമത്തെ ജോലിയും തമ്മിൽ ചെറിയ ഡീവിയേഷൻ കണ്ടു. ഇനി ആ ഡീവിയേഷൻ നമ്മൾ മെഷർ ചെയ്യണം ശരിക്കും. നൗ വി ക്യാൻ മെഷർ ദ വേരിയബിലിറ്റി ബൈ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, square root of the weighted average, etc. Okay, the table clearly depicts the calculation of the standard deviation for our example. Take the case 1, job 1, that means commission job. The outcome is 2000. Job 2, salaried job. Outcome 1 is 1510. Then comes to the deviation squared. നമുക്കവിടെ നേരത്തെ കിട്ടിയിരുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് ഔട്ട്കം 1ൻ്റെ ജോബ് 1ൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് 500 രൂപയായിരുന്നു. 500 × 500 എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. ഓക്കെ, ജോബ് 2ൻ്റെ സ്ക്വയർ ഡീവിയേഷൻ എന്നറിയപ്പെടുന്നത് നേരത്തെ കിട്ടിയിരുന്നത് 10 ആയിരുന്നു. 10 × 10 എന്ന് പറയുന്നത് 100 അവിടെ. അതായത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഡീവിയേഷന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ആ വാല്യൂ ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ കംസ് ടു ദി ഔട്ട്കം 2. ഔട്ട്കം 2ൽ നമുക്ക് കിട്ടിയിരുന്നത് 1000 510 ജോബ് 2ൻ്റെത്. അതിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ഔട്ട്കം 2ൻ്റെ ജോബ് 1ലെ ഡീവിയേഷൻ എന്നുള്ളത് -500 ആയിരുന്നു. -500 × -500 ഈസ് ഈക്വൽ ടു 2,50,000 തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ജോബ് 2ൻ്റെ സ്ക്വയർ ഡീവിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് -990 ആയിരുന്നു. -990
ഇൻറ്റു -990 ഈക്വൽ ടു 9,80,100 രൂപയാണ്. ശ്രദ്ധിക്കണം, ഇതിൽ ചെറിയ കറക്റ്റ് ഉണ്ട്. 980 മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ തിരുത്തണം. 9,80,100 രൂപയാണ്. വൺസ് മോർ, 9,80,100 ആണ്. 980 മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക പ്ലീസ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് വെയ്റ്റഡ് ആവറേജ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് ഡീവിയേഷൻ സ്ക്വയർ കണ്ടതിന് ശേഷം നമുക്ക് ചെയ്യാൻ പാടും. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് ഡീവിയേഷൻ സ്ക്വയർ എങ്ങനെ കാണുന്നത് എന്നുള്ളതിനെ ഫോർമുല താഴെ കൊടുത്തിട്ടുണ്ട്. അഥവാ 0.5 ഇൻറ്റു 2,50,000 പ്ലസ് 0.5 ഇൻറ്റു 2,50,000. ഓക്കെ, അതായത് ഇവിടെ ഡീവിയേഷൻ സ്ക്വയറിൽ 0.5 ജോബ് 1 സക്സസ് ആവുകയാണെങ്കിൽ 50% കിട്ടുന്നത് 2,50,000 ആണ് സ്ക്വയർ ഡീവിയേഷൻ കിട്ടിയിട്ടുള്ളത്. അതിന് ജോബ് ഫെയിലിയർ ആയാൽ കിട്ടാവുന്ന വാല്യൂ 2,50,000 പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന എമൗണ്ട്, അതാണ് നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ജോബ് 2ൻ്റെ വെയ്റ്റഡ് ആവറേജ് ഇതുപോലെ തന്നെയാണ്. 0.99 ഇൻറ്റു 100 പ്ലസ് 0.1 ഇൻറ്റു 9,80,100 ദാറ്റ് ഈസ് ഈക്വൽ ടു 9,900 രൂപയാണ് നമുക്ക് രണ്ടാമത്തേതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജോബിൻ്റെ വെയ്റ്റഡ് ആവറേജ് എന്നറിയപ്പെടുന്നത് 2,50,000 രൂപയും രണ്ടാമത്തെ ജോബിൻ്റെ വെയ്റ്റഡ് ആവറേജ് എന്നറിയപ്പെടുന്നത് 9,900 രൂപയും 9,900 രൂപയാണ്. ദെൻ കംസ് ടു ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് കിട്ടിയുള്ള വെയ്റ്റഡ് ആവറേജിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. 2,50,000 സ്ക്വയർ റൂട്ട് ഈസ് ഈക്വൽ ടു 500 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 500. ജോബ് 1ൻ്റെ വെയ്റ്റഡ് ആവറേജ് ഡീവിയേഷൻ സ്ക്വയർഡിൻ്റെ റൂട്ട് ഓഫ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് റൂട്ട് ഓഫ് 2,50,000 ഈക്വൽ ടു 500 എന്ന് കിട്ടും. ജോബ് 2ൻ്റെ റൂട്ട് ഓഫ് 9,900 എന്നുള്ളത് നമുക്ക് കിട്ടിയാൽ 99.49, അത് നമുക്ക് റൗണ്ട് ചെയ്ത് 99.5 എന്നാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത്. നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ജോബ് 1ൻ്റെത് 500ഉം ജോബ് 2ൻ്റെത് 99.5 ആണ്. ഓക്കെ, more clearly, very precisely note that the average of the square deviation under the job 1 is given by 0.5 into 2,50,000 plus 0.5 into 2,50,000 equal to rupees 2,50,000. The standard deviation is therefore equal to the square root of rupees 2,50,000 rupees. That is, the standard deviation is 500 for the job 1. ജോബ് 1ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞു 500 രൂപയാണ്. ഇതുപോലെ തന്നെയാണ് ജോബ് 2ൻ്റെയും. അതിൽ കിട്ടുന്ന 99.5 നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്കറിയാം, നമുക്ക് തുടക്കത്തിൽ ഒരേ ജോലി, ആ 2 ജോലിയുടെ എക്സ്പെക്റ്റഡ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഏത് ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നറിയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടു. എക്സ്പെക്റ്റഡ് ഏണിങ് നമ്മൾ നോക്കിയപ്പോൾ രണ്ടും സെയിം ആണ് കണ്ടുള്ളത്. രണ്ടും സെയിം കണ്ടപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായിരുന്നു ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നുള്ളത്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത്, ഏത് ഡിസിഷൻ ഉൾക്കൊള്ളണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയബിലിറ്റിയും കണ്ടുകൊണ്ട് നമുക്കതിനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞപ്പം ഒന്നാമത്തേതിന് 500 രൂപയും രണ്ടാമത്തേതിന് 99.50 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡിഫറൻസ് എന്നറിയപ്പെടുന്നത്. ഇനി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോട്ട് ദാറ്റ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും എന്ത് ലോവർ ദ റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ബിസിനസ് ഓർ ദിസ് ജോബ്. റിസ്ക് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ജോലി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണോ കുറഞ്ഞ വാല്യൂ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പം
ജോബ് 1ൻ്റെത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 500 ജോബ് 2ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 99.5 ഇതിൽ ഏറ്റവും കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ എന്നറിയപ്പെടുന്നത് ജോബ് 2 ആണ്, 99 അതുകൊണ്ട് ജോബ് 2 ആണ് ഏറ്റവും റിസ്ക് കുറഞ്ഞ ജോലി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ റിസ്ക് അവോയ്ഡറായുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡിസൈഡ് ചെയ്യുന്ന ജോബ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, 2ാമത്തെ ജോബായിരിക്കും. റിസ്ക് ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെടുക്കുന്ന ജോലി ഏതായിരിക്കും, 1ാമത്തെ ജോലിയായിരിക്കും. ഇനി നമ്മൾ റിസ്ക് ലവേഴ്സിനെ കുറിച്ചും അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പിന്നീട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് വിവരങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. I am concluding my session. That is, the second job is much less risky than the first because the standard deviation of the income is much lower. The concept of standard deviation applies equally well when there are many outcomes rather than just 2. Okay, thank you for all watching this video.